ഈ തികയ്ക്കുന്ന ഓട്ടം എന്നുള്ളത് മറാത്തോൺ ഓട്ടമാണ്. മറാത്തോൺ ഓട്ടത്തിൽ ആ കാലങ്ങളിൽ ഓടി ആദ്യം വരിക എന്നതിനേക്കാൾ ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ മറാത്തോൺ ഓട്ടത്തിന്റെ ഉത്ഭവം തന്നെ ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിൽ മറത്തോണിൽ ഉഗ്രമായ യുദ്ധം നടക്കുകയായിരുന്നു. തീവ്രമായ ശക്തമായ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് ആദ്യം ചെറുത്തു നിൽക്കുകയും പിന്നെ മുന്നേറി ഗ്രീക്കുകാർ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധം ജയിച്ചപ്പോൾ ഒരു ഗ്രീക്ക് പട്ടാളക്കാരൻ ഒരു മുഴുരാത്രിയും മുഴുപകലും മാരത്തോണിൽ നിന്ന് അഥേന വരെ ഓടി, നിൽക്കാതെ ഓടി. ക്ഷീണിതനായ താൻ വന്ന് അഥേനയിലെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ ചെന്ന് ആനന്ദിച്ചുകൊള്ളുക, നാം അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു വീണു മരിച്ചു. അവന്റെ ഓട്ടം തികച്ചു. ആ ഓട്ടം തികയ്ക്കുന്നതിൽ അവന്റെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടി വന്നു. എന്നാൽ അവന്റെ ഓട്ടം തികച്ചു. അപ്പോസ്തലനായ പൗലോസ് തന്റെ നിര്യാണ കാലത്തെ മുൻപിൽ കണ്ടുകൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ഓട്ടം തികച്ചു. രണ്ടാമത് ആ 7-ാം വാക്യത്തിൽ പൗലോസ് ഒന്നാമത് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. രണ്ടാമത് പറഞ്ഞു, ഞാൻ ഓട്ടം തികച്ചു. മൂന്നാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെന്താ? ഞാൻ വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ തന്റെ അവസാന നാൾ വരെ വിശ്വാസത്തിൽ താൻ നിലനിന്നു, തുടർന്നു എന്ന ഒരാശയമുണ്ട്. എന്നാൽ അതിനേക്കാൾ താൻ പ്രാധാന്യത്തോടെ പറയുന്ന കാര്യം വിശ്വാസ വിഷയങ്ങളെ താൻ കാത്തു. യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചതായ ആ ഉപദേശം, ആ സത്യം, ആ ഉപദേശ സത്യങ്ങളെ ആദ്യം ദൈവം ഭരമേൽപ്പിച്ചതായ അതിന്റെ പൂർണ്ണമായ ശുദ്ധതയിൽ, അതിൽ മായം ചേർക്കാതെ, അതിൽ വെള്ളം ചേർക്കാതെ ആ ഉപദേശ സത്യങ്ങളെ അതുപോലെ ഞാൻ സംരക്ഷിച്ചു, അതുപോലെ ഞാൻ സൂക്ഷിച്ചു, അതുപോലെ ഞാൻ പാലിച്ചു. എന്തൊരു ചാരിതാർത്ഥ്യം! പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വചനത്തിൽ കാണുന്നതായ അടിസ്ഥാന സത്യങ്ങൾ, ഉപദേശ വിഷയങ്ങൾ നാം അത് വീറോടെ കാക്കേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പല രാജ്യങ്ങളിലും ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് വന്നു പിണയുന്ന ഒരു അബദ്ധം, അതത് രാജ്യത്തുള്ള കീഴ്വഴക്കങ്ങളും പിതൃപാരമ്പര്യങ്ങളും സംസ്കാര കാര്യങ്ങളൊക്കെ ദൈവവചനവുമായി കൂട്ടിക്കുഴച്ചിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും അവരുടെ രീതികൾക്ക് അല്പം വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞാൽ അത് വചനപ്രകാരം നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് പകരം നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് ഇങ്ങനെയല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്നങ്ങ് തള്ളുകയും സ്പർദ്ധ ഉളവാക്കുകയും അങ്ങനെ പറയുന്നവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുകയും ചെയ്യുക എന്നത് പരമ അബദ്ധമാണ്. നമുക്ക് നമ്മുടെ കീഴ്വഴക്കങ്ങളെ, നമ്മുടെ പിതൃപാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ പാലിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അതൊരിക്കലും ദൈവവചന അനുസരണത്തിന് എതിരായിട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ സംസ്കാരം, കീഴ്വഴക്കം, പിതൃപാരമ്പര്യം മുതലായവയിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരെ കണ്ടാൽ നാം അവരെ ശത്രുക്കളായി കണക്കാക്കേണ്ടതില്ല. അവർ വചനവിരുദ്ധമായി പോകുന്നവർ എന്ന് വിചാരിക്കേണ്ടതില്ല. അവർ ചെയ്യുന്നതായ കാര്യങ്ങളോ അവർ പഠിപ്പിക്കുന്നതായ വിഷയങ്ങളോ ദൈവവചനമാകുന്ന ബൈബിളുമായി തട്ടിച്ചു നോക്കിയിട്ട് അംഗീകരിക്കുന്ന തരത്തിലുള്ളവയാണെങ്കിൽ അംഗീകരിക്കണം. ആ മനസ്കത നമുക്കുണ്ടാകണം. പലപ്പോഴും അത് കാണുന്നില്ല. എന്നാൽ അതേ സമയത്ത് അടിസ്ഥാന ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അത് അതിന്റെ ശുദ്ധതയിൽ പാലിക്കുവാൻ, അതിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പൗലോസിന് ആ ചാരിതാർത്ഥ്യമുണ്ട്. അത് നാം പിൻപറ്റുവാൻ മതിയായ ഒരു കാര്യമാണ്. ഇനി അതിന്റെ 8-ാം വാക്യം, അതായത് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നീതിയുടെ കിരീടം. ഇവിടെ നാം വായിക്കുന്നത് പൗലോസ് മുൻപോട്ട് നോക്കി, നിര്യാണകാലം അടുത്തു, പക്ഷേ വാട്ട് നെക്സ്റ്റ്?
ഇനി അടുത്തെനിക്ക് എന്താ ഉള്ളത്? നീതിയുടെ കിരീടം എനിക്കായിട്ട് നൽകും. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം അത് എനിക്ക് തരും. ആ ദിവസം എന്ന് താൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു തന്റെ ന്യായാസനത്തിങ്കൽ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നതായ നാളിൽ. പക്ഷെ ഇവിടെ ഒരു രസകരമായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താണെന്നറിയാമോ? രസകരമായ തെറ്റിദ്ധാരണ. അനേക വിശ്വാസികൾ വിചാരിക്കുന്നത് 5 കിരീടങ്ങളെ കുറിച്ചാണ് ഏകദേശം പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ അനേകരുടെ വിചാരം ഇതില് ഒരെണ്ണം, ഈ നീതിയുടെ കിരീടം എനിക്ക് കിട്ടും. അതെങ്ങനെയാ? അതെല്ലാ വിശ്വാസികൾക്കും കിട്ടും. കാരണം പൗലോസ് പറഞ്ഞില്ലേ, എനിക്ക് മാത്രമല്ല കർത്താവിന്റെ വരവിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന്. നമ്മളൊക്കെ കർത്താവിന്റെ വരവിനെയല്ലേ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ അത് കിട്ടുമല്ലോ. ആ നിലയിലാണ് ധരിച്ചിരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയാ. ഒരു കാര്യം ഏതായാലും തറപ്പിച്ച് പറയാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഒരു വിശ്വാസിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? അവന്റെ പ്രവൃത്തികളെ ശോധന ചെയ്തപ്പോൾ മുഴുവനും വെന്തുപോയി, പ്രതിഫലത്തിനായിട്ട് ഒന്നുമില്ല. അവന് നീതിയുടെ കിരീടം കിട്ടുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ 8-ാം വാക്യം 7-ാം വാക്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാ. 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിന്റെ വെളിച്ചത്തിലാണ് 8-ാം വാക്യത്തിൽ പറയുന്നത് ആ നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും അങ്ങ് ചുമ്മാ കിട്ടുന്നതല്ല ഈ നീതിയുടെ കിരീടം. എല്ലാ വിശ്വാസികളും അവന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നല്ല കാര്യം, വരുന്നല്ലോ വരട്ടെ എന്നുള്ള മനോഭാവമൊക്കെ ഉള്ളവരാണെങ്കിലും അവന്റെ വരവിൽ പ്രിയം വെച്ചവർ എന്നെല്ലാ വിശ്വാസികളെ കുറിച്ചും പറയാൻ സാധിക്കുകയില്ല. പഴയ നിയമത്തിലെ ഒരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2 ശമൂവേൽ 19-ാം അധ്യായമാണ്. അവിടെ ആ 19-ാം അധ്യായത്തിൽ സ്വന്തം മകനായ അബ്ശാലോമിന്റെ മത്സരം മുഖാന്തരം രാജധാനി വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ദാവീദ് താൻ അങ്ങനെ ഒളിവിൽ പാർത്തതായ കാലത്ത് അബ്ശാലോം മരണപ്പെടുവാനിടയായി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ദാവീദിനെ വീണ്ടും രാജാവായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ജനം ആഗ്രഹിച്ചു. അങ്ങനെ അതിനുള്ള ക്രമീകരണം ചെയ്തു. എന്നിട്ട് ആ 19-ാം അധ്യായത്തിൽ ദാവീദ് മടങ്ങി വരുന്നതായ ഘട്ടം, ഇസ്രായേല്യർ അനേകർ ദാവീദിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ മെഫിബോശേത്ത് എന്ന ഒരുവനുണ്ടായിരുന്നു. മെഫിബോശേത്തിനെ കുറിച്ച് നമുക്കറിയാം. ശൗലാകുന്ന ശത്രു കുടുംബത്തിൽ ജനിച്ചവനെങ്കിലും ദാവീദ് സിംഹാസനസ്ഥനായപ്പോൾ യോനഥാൻ മുഖാന്തരം നന്മ കാണിച്ചവനാണ് മെഫിബോശേത്ത്. സമ്പത്തൊക്കെ തിരികെ കൊടുത്തിട്ട് നീയോ എൻ്റെ അരമനയിൽ എല്ലാ നാളും എൻ്റെ മേശയിൽ നിന്നും ഭക്ഷിച്ചുകൊള്ളുക എന്ന് കേട്ടവനാണ്. അത് കേട്ടപ്പോൾ നെടുമ്പാടെ വീണുകൊണ്ട് ചത്തനായെ പോലെയുള്ള അടിയനെ കരുതുവാൻ അടിയൻ എന്ത് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദാവീദ് അബ്ശാലോമിന്റെ മത്സരം മുഖാന്തരം രാജധാനി വിട്ട് പോകുന്നതായ വേളയിൽ ദാവീദിനോട് കൂറുള്ളവരായ അനേകർ അവന്റെ കൂടെ പോയി. മെഫിബോശേത്തും പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ തന്റെ ദാസനായ സീബ തന്നെ ചതിച്ചു. തനിക്ക് പോകാൻ ഒത്തില്ല. ദാവീദ് വിദൂരതയിൽ പാർത്തതായ നാളുകൾ മെഫിബോശേത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ദാവീദിന്റെ മടങ്ങി വരവിന് വേണ്ടി. ദാവീദ് മടങ്ങി വന്നപ്പോൾ മെഫിബോശേത്തിനെ കണ്ടപ്പോൾ ഒരു ചോദ്യം, നീ എന്നോടുകൂടെ പോരാഞ്ഞത് എന്തേ? അപ്പോൾ മെഫിബോശേത്ത് പറഞ്ഞു, അയ്യോ രാജാവേ, അടിയനെ സീബ അടിയന്റെ ദാസൻ ചതിച്ചതാണ്. അപ്പോൾ സീബ വേറെ ചില കഥകളൊക്കെ പറഞ്ഞ് അവൻ വരാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ രാജകൊട്ടാരത്തിന്റെ ഗുണങ്ങൾ അനുഭവിച്ച് സുഖിക്കാൻ വേണ്ടി അവിടെ തങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ഈ മെഫിബോശേത്തിന് വരേണ്ട വസ്തുവകകളും സ്വത്തുമൊക്കെ സീബയ്ക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ദാവീദ്. പക്ഷേ മെഫിബോശേത്തിന്റെ വാക്ക് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, ഇനി അധികം പറയുന്നത് എന്തിന്? സമ്പത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് വിഭജിച്ചെടുത്തോളൂ. അതിന് മറുപടിയായിട്ട് മെഫിബോശേത്ത് പറഞ്ഞ കാര്യങ്ങളാണ് 24-ാം വാക്യത്തിൽ. ആ വാക്യത്തിലും അതേ ചുറ്റിപ്പറ്റിയുള്ള വാക്യങ്ങളിലും പറയുന്ന ആശയം എന്താണെന്നറിയാമോ? ദാവീദ് രാജാവ് പോയ നാൾ മുതൽ അവൻ മടങ്ങി വരുന്നതായ നാൾ വരെ മെഫിബോശേത്ത് തന്റെ കാലിന് ചികിത്സ ചെയ്തില്ല. 2 കാലും മുടന്തനായിരുന്നു, ചികിത്സയിലായിരുന്നു. എന്നാൽ രാജാവ് പോയ നാൾ മുതൽ മടങ്ങി വരുന്നത് വരെ 2 കാലിനും ചികിത്സ അവൻ ചെയ്തില്ല. അവന്റെ